നമസ്കാരം, അരുണാണ് കൂടെ. സുമിയുണ്ട്. മലാവി ഡയറിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഗ്രാമങ്ങൾ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ കരുതി. മലാവിയിലെ നമ്മുടെ സ്കൂൾ, നമ്മൾ പണിയാൻ പോകുന്ന സ്കൂളിൽ 32ഓളം വില്ലേജുകളുണ്ടെന്ന് പറഞ്ഞു. ഹയർ സെക്കൻഡറി സ്കൂൾ പണിയുമ്പം ഏകദേശം 62 63 വില്ലേജുകൾക്ക് കൂടെ ഉപകാരപ്പെടുന്ന രീതിയിലായിരിക്കും ഹയർ സെക്കൻഡറി സ്കൂൾ വരിക. അപ്പോൾ നമ്മൾ ഈ ഇത്രയും വില്ലേജുകളുണ്ടോ, ഈ വില്ലേജിലെ ആൾക്കാരെ എങ്ങനെയാണ് ജീവിക്കുന്നത്, എത്ര ദൂരം നിന്ന് കുട്ടികൾ വരുന്നതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ ഈ വില്ലേജുകളൊക്കെ കാണാൻ പോവുകയാണെന്നില്ലേ. വരുന്ന ദിവസങ്ങളിൽ സുമി ഈ വില്ലേജുകളെല്ലാം നിങ്ങളെ പരിചയപ്പെടുത്തും. അപ്പോൾ ഇത് ഞങ്ങളൊരു റിഹേഴ്സൽ എന്ന രീതിയിൽ പോവുകയാണല്ലേ. എങ്ങനെയാണ് ബൈക്കിലുള്ള യാത്ര സുഖമാണോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഒരു യാത്ര. അതെ, അപ്പൊ നമുക്കിനി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോരോ വില്ലേജും അവിടുത്തെ വിശേഷങ്ങളൊക്കെ കാണാം. പിന്നെ ഓരോ വില്ലേജിൽ ചെന്ന് നമുക്ക് ഇങ്ങനെ പറഞ്ഞു കൊടുക്കണം, സ്കൂളിലേക്ക് വരണം, സ്കൂളിലെ വർക്കൊക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പൊ അതിന്റെ കുറച്ച് അവയർനെസ്സും കൂടെ കൊടുക്കാനുണ്ട്. അപ്പൊ അതൊക്കെ വിചാരിച്ചിട്ടാണ് നമ്മൾ പോകുന്നത്. ഒരുപാട് ഓരോ വില്ലേജിൽ പോകുമ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും. അതായത് ഫാമിലി മാനേജ്മെന്റ് ചെയ്യുന്നതിനെ കുറിച്ചും, നമ്മുടെ ജീവിത രീതികളെ കുറിച്ചും, കൃഷി ചെയ്യുന്നതിനെ കുറിച്ചും, സ്കൂളിൽ വരുന്നതിന്റെ എന്താ പറയുക പ്രാധാന്യത്തെക്കുറിച്ചും ഒക്കെ അവരെ പറഞ്ഞ് മനസ്സിലാക്കുക, ബോധവൽക്കരണം കൊടുക്കുക എന്നുള്ളതൊക്കെയാണ് ലക്ഷ്യം. അതിന്റെ കൂട്ടത്തിൽ നമ്മൾ വില്ലേജൊക്കെ ഒന്ന് കാണിച്ചു തരും. വില്ലേജ് മൊത്തമായിട്ട് കാണാം, അവരുടെ ജീവിത സാഹചര്യങ്ങൾ കാണിച്ചു കൊടുക്കുക, അതൊക്കെ അല്ലേ. പിന്നെ നമ്മൾ 10-32 വില്ലേജ് പോകേണ്ടവരുണ്ട്. എല്ലാ വില്ലേജും നമ്മൾ ഏറ്റെടുക്കുക അങ്ങനെയല്ല കേട്ടോ. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ 2-3 വില്ലേജിൽ നമ്മൾ ഒതുങ്ങും, എന്നിട്ട് അവിടെ വേണ്ട ഡെവലപ്മെന്റ്സ് ഒക്കെ ഉണ്ടാക്കിയതിന് ശേഷം പിന്നെയുള്ള ബാക്കിയിലേക്ക് പോവാന്ന്. ഇതിപ്പോൾ നമ്മൾ പോകുന്നത് അവർക്ക് കുറേ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനും, കുട്ടികളെ സ്കൂളിലേക്ക് വിടേണ്ടതിനെ കുറിച്ചും, പിന്നെ നമ്മൾ ഫുഡ് ഫീഡിംഗ് പ്രോഗ്രാം തുടങ്ങുന്നതിനെ കുറിച്ചും ഒക്കെ പറഞ്ഞ് കുട്ടികളെയൊക്കെ സ്കൂളിൽ എത്തിക്കുക എന്നുള്ള ലക്ഷ്യമാണ് സുമിയൊക്കെ ഏറ്റെടുക്കാൻ പോണത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനുണ്ടാവുള്ളൂ. അത് ഞാൻ പിന്നെയുള്ള വർക്കിംഗ് ഡേയ്സിലേക്കായിരിക്കും സുമിയൊക്കെ പോവുക. അപ്പോൾ കണ്ടോ, ബൈക്ക് ടാക്സികളിലാണ് അവർ ഉപയോഗിക്കുക കേട്ടോ. അടിപൊളി ചേട്ടന്മാരൊക്കെ നമ്മുടെ കൂടെ ഉണ്ട്. അപ്പോൾ അവരുടെ കൂടെയാണ് പോകാൻ പോണത്. അപ്പോൾ നമുക്ക് അടുത്ത കാഴ്ചകൾ കാണാം അല്ലേ. അപ്പോൾ നമ്മുടെ സ്കൂളിലെ പിള്ളേരട്ടോ. അപ്പോൾ ഈ സ്കൂളൊക്കെ നമ്മൾ പെയിൻറ്റ് അടിക്കാൻ പോകട്ടെ. അടുത്ത ഞായറാഴ്ച നമ്മൾ സ്കൂൾ ഫുൾ പെയിൻറ്റ് അടിക്കും. പെയിൻറ്റ് അടിച്ച് അടിപൊളിയാക്കും. അപ്പോൾ അതിനുള്ള പരിപാടിയൊക്കെയാണ് നടക്കാൻ പോണത്. നമുക്ക് നേരെ വില്ലേജിലേക്ക് പോണ വില്ലേജിൻ്റെ പേരെന്താ പറഞ്ഞത്? മയോര വില്ലേജിലേക്കാണ് നമ്മൾ പോയത് കേട്ടോ. മയോര വില്ലേജിലേക്ക്. What's your name? Sorry? Matthias. Okay. Matthias ആണ് നമ്മുടെ ഡ്രൈവർ കേട്ടോ. Name Matthias. Good name. My name is Arun. Arun. Sumi. My wife's name. Sumi. Yeah. ഇവിടുത്തെ ചെറിയൊരു അങ്ങാടിയാണ്. ഗ്രാമത്തിന്റെ ഉള്ളിലുള്ള ട്രേഡിംഗ് സെന്ററാണ്. ചിഗാലിയ വില്ലേജിലെത്തിയേക്കാണ്. നമ്മൾ മയോര വില്ലേജിലേക്ക് പോണ വഴിക്കുള്ളതാണ് കേട്ടോ ചിഗാലിയ. അപ്പം ഞങ്ങൾ വിചാരിച്ചു എന്തായാലും പോണ വഴിക്കല്ലേ ആദ്യം നമുക്ക് ചിഗാലിയ വില്ലേജ് കണ്ടിട്ട് അടുത്ത എപ്പിസോഡിൽ മയോര വില്ലേജ് കാണാൻ. അപ്പം നമുക്ക് ഇവിടെ പോയിട്ട് ഇവിടുത്തെ ആൾക്കാരെയൊക്കെ പരിചയപ്പെടാം, അവരോടൊക്കെ കുറേ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാം. എല്ലാവരും ഇവിടെ തണ്ണിമത്തൻ കഴിക്കുന്നത് ലോക്കൽ തണ്ണിമത്തനാണ്. പക്ഷെ ഭയങ്കര മധുരം എന്ന് പറഞ്ഞാൽ ഭയങ്കര മധുരമാണ് അതിന്. ഞങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു, ജ്യൂസ് അടിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ പഞ്ചസാര ഒഴിവാക്കിക്കൊണ്ട് വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല എന്നൊക്കെ വിചാരിച്ച്. അടിപൊളി മധുരമാണ് അതിന്. അവരെ കഴിച്ചോണ്ടിരിക്കും. ഇഷ്ടം പോലെ കുരുവാണ് അതിൻ്റെ ഉള്ളിൽ കേട്ടോ. അപ്പോൾ ഇവിടെ കണ്ടോ കോഴിമുട്ട, കുഞ്ഞു നാടൻ കോഴിമുട്ടയൊക്കെ വെച്ചിട്ടുണ്ട്. കിച്ചണാണ് ഇവരുടെ. ചേച്ചിമാർ തണ്ണിമത്തനൊക്കെ കഴിക്കുന്നു. സുഖബാഞ്ചി ഒരുപാട് വിത്തുണ്ട്. ചുമേല തണ്ണിമത്തന് പറയുന്നത് ചുമേല എന്നാണ് കേട്ടോ. ചുമേല ആണ്. ഇതിനുള്ളിൽ വലിയ കളറൊന്നുമില്ല, പക്ഷെ നല്ല മധുരമാണ് ഈ സാധനത്തിന്. ലോക്കൽ തണ്ണിമത്തനാണ്. ഗ്രാമങ്ങളിലെ ചിഗാലിയ വില്ലേജ്. ചെറിയ ചെറിയ വീടുകളൊക്കെയാണ്. പിന്നെ ഇത് നമ്മുടെ പുകയില ഉണക്കാനുള്ള ഷെഡുകളാണ് ഇതെല്ലാം. ടുബാക്കോ ഷെഡ്. വീടുകളൊക്കെ കണ്ടില്ലേ.
farming, banana. Okay. Maize and tobacco. Maize and tobacco. Dry season. Dry season. No farming. അപ്പോൾ ഇവിടെ 15 ഫാമിലീസ് ആണുള്ളത്. 15 ഫാമിലീസ് താമസിക്കുന്നുണ്ട്. ഇവരെ കൃഷി എന്ന് പറയുന്നത് ടുബാക്കോ, മെയ്സ് ഒക്കെ തന്നെയാണ്. പിന്നെ വാഴയൊക്കെ ഉണ്ട് അത്യാവശ്യം. പിന്നെ അടുത്ത് തന്നെ ഒരു പുഴ ഒഴുകുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം വെള്ളമൊക്കെ കിട്ടുന്ന സ്ഥലമാണ്. അപ്പോൾ അതുകൊണ്ട് കൃഷി ഇവരെ പ്രോത്സാഹിപ്പിച്ച് ഇവർക്കും ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് കുറേ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാം. അവിടെ ചേച്ചിമാരൊക്കെ ഇരിക്കുന്നുണ്ട്. ഗ്രൗണ്ട് നട്ട്സ് ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട്. ടുബാക്കോ ഉണക്കിയിട്ട് നമ്മൾ കുറേ വട്ടം കാണിച്ചു. ഇതെന്താണ്? Oh, after harvest keeping inside it? Yes. Oh, how many days? For 2 months. 2 months keeping inside it for dry. How many kg maize making here in people total? It depends. ഇത് മെയ്സ് സൂക്ഷിക്കാനുള്ള സാധനമാണ് ഇവർ ഉണ്ടാക്കുന്നത്. പുല്ലൊക്കെ കണ്ടോ, പുല്ലും കൊണ്ട് ഇങ്ങനെ മെടഞ്ഞ് 2 മാസം മെയ്സ് എല്ലാം ഹാർവെസ്റ്റ് ചെയ്തിട്ട് 2 മാസം ഇതിനുള്ളിൽ എടുത്തു വെക്കും. ഉണങ്ങിയിട്ടാണ് ഉണങ്ങിയത് കൊണ്ടേ വെക്കും. എന്നിട്ട് നന്നായിട്ട് ഉണങ്ങാൻ വേണ്ടി അത് വെക്കുന്നത്. ഇരുന്ന് ഉണങ്ങും. അപ്പോൾ നന്നായിട്ട് ആ ഉണങ്ങി കഴിയുമ്പോൾ ആണ് ഇതെടുത്തിട്ട് സെല്ല് ചെയ്യുക. വേണ്ട, നമ്മൾ ഉൾഗ്രാമങ്ങളിലൊക്കെ പോകുമ്പോൾ ഓരോരോ ഇവരുടെ ടെക്നിക്സും ഐഡിയാസ് ഒക്കെ നമുക്ക് കാണാൻ പറ്റും. ഇത് ഞങ്ങൾ ഇതുവരെയും കണ്ടിട്ടില്ല, ആദ്യമായിട്ടാണ് ഇങ്ങനെ കാണുന്നത് മെയ്സ് ഉണക്കാൻ വേണ്ടിയിട്ട്. ഒരു വെള്ളം കയറ്റി വരികയാണ്. അപ്പൊ അരനേട്ടനൊക്കെ നടന്ന് അവിടെ എത്തിയിട്ടുണ്ട്. നമ്മളിവിടെ അടുത്ത് പുഴ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അതൊക്കെ ഒന്ന് കാണാൻ വേണ്ടി പോകാൻ കേട്ടോ. ഇവിടെയൊക്കെ ഓരോരോ പ്രത്യേക തരം പുല്ലുകളൊക്കെ ഉണ്ട് കേട്ടോ. പുല്ലുകള്, പൂക്കൾ. പിന്നെ നമ്മളിപ്പോൾ കാണാൻ പോകുന്ന റിവറിൻ്റെ പേര് ബുവ റിവർ എന്നാണ്. ഈ ബുവ റിവറിൽ ഒരുപാട് മുതലുണ്ടെന്നാണ് പറഞ്ഞത്. കാണാൻ പറ്റുകയാണെങ്കിൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ. എന്തായാലും മുതലുണ്ട് ഇവിടെ. മിക്ക റിവറിലും മുതലൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ പോയ ഗ്രാമത്തിൻ്റെ അടുത്തുള്ള റിവറാണിത്. ബുവ റിവർ എന്നാണ് പേര്. ഒരുപാട് സ്ഥലങ്ങൾ ഇതിൻ്റെ കരയ്ക്കുണ്ട് കേട്ടോ. കൃഷി ചെയ്യാൻ പറ്റിയ സ്ഥലങ്ങളൊക്കെ. അതിമനോഹരമായ സ്ഥലമാണ്. നല്ല പച്ചപ്പും വെള്ളവും ആകാശമൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. അപ്പോൾ ഈ പുഴയുടെ തീരത്തൊക്കെ ആൾക്കാർ കൃഷി ചെയ്യുന്നുണ്ട് കേട്ടോ. അല്ലോ, വാട്ടറിങ് നടക്കുന്നു. ഹാർഡ് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. മുടിപ്പാഞ്ചി ഒരു കൃഷിയാണ്. മസ്റ്റാർഡ് കൃഷി ചെയ്യുന്നത് മസ്റ്റാർഡാണ്. ഇതിൻ്റെ ഇല എന്താ പറയുക, കടുകിൻ്റെ ഇല ഇവർ കറി വെക്കും. നമ്മൾ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. കടുകിൻ്റെ ഇല ഇവരൊരു പ്രധാന എന്താ പറയുക പച്ചക്കറിയാണ്. ഇതിന് വെള്ളം നനച്ചുകൊണ്ടിരിക്കുകയാണ്. കണ്ടിട്ട് കിളിച്ച് വരുന്നേ ഉള്ളൂ. ഇത്രയും വലിയ പുഴയുള്ളത് കൊണ്ടേ ഇഷ്ടം പോലെ വെള്ളം കിട്ടും. ഇതേ കുറച്ചപ്പുറത്ത് നമുക്ക് കാണാം തോണിയിൽ, കുഞ്ഞു തോണിയിൽ മീൻ പിടിക്കുന്ന ആളെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ.
അപ്പം അങ്ങനെ നമ്മൾ ഓരോ വില്ലേജും കണ്ട് അവിടുത്തെ സാഹചര്യങ്ങളും കൃഷിയും ഒക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ഉണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ ശരിക്കും പറഞ്ഞാൽ ഭയങ്കരമായിട്ട് എന്താ പറയുക, ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. വലിയൊരു പുഴ അടുത്ത് ഒഴുകുന്നുണ്ടെന്നുള്ളതാണ് കണ്ടില്ല, ഇത്രയും വലിയൊരു പുഴ ഇവിടെ ഒഴുകുന്നുണ്ട്. അപ്പോൾ ഈ സ്ഥലമൊക്കെ ഉണ്ട് വെറുതെ കിടക്കുന്നു. കുറച്ച് ആൾക്കാരൊക്കെ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്, കുറച്ച് ആൾക്കാർ ഹാർഡ് വർക്ക് ചെയ്യുന്നില്ല. കാരണം ഇത്രയും ഒരു ഫെസിലിറ്റി ഉണ്ടായിട്ട് അത് യൂട്ടിലൈസ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഇപ്പോഴത്തെ സമയത്ത് ഒരു യൂട്ടിലൈസ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഇവർക്ക് നേരോ ടുബാക്കോയ്ക്ക് ഭയങ്കര വില കിട്ടുന്നതാണ്. അതേപോലെ മെയ്സൊക്കെ സീസണാണ് ഇപ്പോൾ, അതിൻ്റെ പുറകിലാണ് എല്ലാവരും. ഈ സീസൺ കഴിയുമ്പോൾ നമ്മൾ ഒന്ന് ഇവരെ പുഷ് ചെയ്ത് കഴിഞ്ഞാൽ ഇവരിനത് കൃഷി ചെയ്യും. നമ്മുടെ ഓരോ വില്ലേജുകളിലും കൃഷി ചെയ്യാൻ തയ്യാറുള്ള ആൾക്കാരെ കൃഷി ചെയ്യാനുള്ള സപ്പോർട്ട് നമ്മൾ കൊടുക്കും എന്തായാലും. അതാണ് നമ്മുടെ പരിപാടി എന്ന് പറയുന്നത്. അതിനാണ് നമ്മൾ വില്ലേജുകൾ കാണുന്നത്. അതുപോലെ തന്നെ കുട്ടികളെ സ്കൂളിലേക്ക് പറഞ്ഞു വിടാനുള്ള കാര്യങ്ങൾ പറയാൻ വേണ്ടി. അതൊക്കെ ചെറിയ ചെറിയ വില്ലേജ്. 15 ഫാമിലി മാത്രമാണുള്ളത്, 15 വീടുകളുള്ള ഒരു കുഞ്ഞു എന്താ പറയുക വില്ലേജ്. പക്ഷേ ഇഷ്ടം പോലെ സ്ഥലമുണ്ട്. അപ്പം അതാണ് പ്രത്യേകത. ആകാശവും പ്രകൃതിയുമൊക്കെ പൊളി വൈബ. ഇവിടെയൊക്കെ നമ്മുടെ ബോർഹോളുകളുണ്ട് കേട്ടോ. ഇങ്ങനെ 15 വീടുകളൊക്കെ ഒരു ബോർഹോള് അടിപൊളി, അത് മതി. അത്യാവശ്യം കാര്യങ്ങൾ നടക്കും. പൊളി മരങ്ങളുണ്ട്. ഒരു തണൽമരം എന്ന് പറഞ്ഞാൽ അടിപൊളി തണൽമരം. ഞങ്ങൾ നിൽക്കണ മരം ഉണ്ടല്ലോ, നല്ല അടിപൊളി ഒരു തണൽ മരമാണ് കേട്ടോ. നല്ല എന്താ പറയാ, നല്ല തണലും നല്ല കാറ്റും തന്നെ. കച്ചേര ട്രീ എന്നാണ് പറയാ, കച്ചേര. നല്ലൊരു മരമാണ്. വേണ്ട, നമ്മുടെ ഇവിടെ ചേച്ചിമാർ തുണിയൊക്കെ കഴുകി ഉണക്കാനിട്ടിരിക്കുന്നു. എന്താ വാഴയൊക്കെ കൊലച്ചിരിക്കുന്നുണ്ട് അടിപൊളിയായിട്ട്. വാഴകൾ ഇങ്ങനെ കൂട്ടമായിട്ട് നടന്നുകൊണ്ട് എന്താ പറയുക, താങ്ങ് കൊടുക്കേണ്ട ആവശ്യമില്ല, കാറ്റ് പിടിക്കില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു ഉള്ളിലെ വാഴയൊക്കെ കൊലക്കുന്നത് എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പക്ഷെ നല്ല അതൊക്കെ ആട് വളർത്തൽ അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട് എല്ലാവർക്കും. ഓരോ വീട്ടിലും ആടൊക്കെ ഉണ്ട്. ഇത് മെയ്സ് പൊടിച്ചിട്ട് കിട്ടുന്ന തവിടാണ് കേട്ടോ. ഇതാണ് ആടിൻകുട്ടികൾക്ക് തിന്നാൻ കൊടുക്കുന്നുണ്ട്. ആടുകളൊക്കെ തിന്നുന്ന ഇതാണ്. ആട്, കോഴി ഒക്കെ ഉണ്ട്. അങ്ങനെ നമ്മൾ ഈ ഗ്രാമമൊക്കെ ഒന്ന് ചുറ്റി കണ്ടു കേട്ടോ. ഇവിടെ കുറേ കാര്യങ്ങളൊക്കെ കണ്ടു. ഇവിടുത്തെ റിവർ കണ്ടു. പിന്നെ അവർ മെയ്സ് എങ്ങനെയാണ് ഉണക്കാനിടുന്നത് അത് കണ്ടു. ഇപ്പോൾ അരനേട്ടൻ അവരോട് പറഞ്ഞു കൊടുക്കുകയാണ് കുട്ടികളെയൊക്കെ സ്കൂളിലേക്ക് വിടണം, അതുപോലെ തന്നെ നീറ്റായിട്ടിരിക്കണം, ഒരു ദിവസം ഒരു വട്ടെങ്കിലും ഒന്ന് കുളിക്കാൻ പറയണം. അതായത് ഈ മണ്ണിലും ചളിയിലൊക്കെ കളിച്ച് കിടന്നുറങ്ങാൻ പോകുന്നതിൻ്റെ മുന്നേ ഒരു വട്ടം കുളിക്കാൻ പറയണം. അങ്ങനെയൊക്കെ നമ്മളിങ്ങനെ പറഞ്ഞ് കൊടുക്കുകയായിരുന്നു അവർക്ക്. മെയിൻ ലക്ഷ്യം ഇതൊക്കെയായിരുന്നു കേട്ടോ ഇങ്ങോട്ട് വന്നതിൻ്റെ. അപ്പോൾ അതെല്ലാം അവർക്ക് പറഞ്ഞു കൊടുത്തു. അപ്പോൾ നമ്മുടെ വില്ലേജിലെ കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓരോ വില്ലേജുകളും വന്ന് നമ്മൾ വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും കൃഷി ചെയ്യുന്നതിനെക്കുറിച്ചും കുട്ടികളെ നീറ്റ്നെസ്സിനെ കുറിച്ചൊക്കെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇവിടെ ആരോഗ്യത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുകയാണ്. എപ്പോഴും ഇവർക്ക് മലേറിയ അങ്ങനത്തെ അസുഖങ്ങളൊക്കെ ഉണ്ടാകുന്നതിന് കാരണം എന്ന് പറഞ്ഞാൽ നീറ്റ്നെസ് ഇല്ലാത്തതുകൊണ്ടാണ്. കാരണം കുട്ടികൾ മണ്ണിൽ കളിക്കുക, എല്ലായിടത്തും നമ്മുടെ നാട്ടിലൊക്കെ കുട്ടികൾ മണ്ണിൽ കളിക്കാറുണ്ട്. പക്ഷേ മണ്ണിൽ കളിക്കുന്നെങ്കിലും വൈകുന്നേരം ആകുമ്പോൾ കുളിച്ചിട്ട് കിടക്കുക എന്നുള്ളത് ഞങ്ങൾ പറഞ്ഞു കൊടുത്തു. രാവിലെയും വൈകുന്നേരം 2 നേരം കുളിക്കുക, ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് കൈയും കാലും നന്നായിട്ട് കഴുകിയിടണം ഭക്ഷണം കഴിക്കാൻ. ഇതൊക്കെ വില്ലേജ് ചീഫ്മാരോട് നോക്കണം, അവർ ഉത്തരവാദിത്തമാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവരെല്ലാവരും തയ്യാറാന്ന് പറഞ്ഞു. നമ്മൾ ഇതിന് ഫോളോ അപ്പ് ചെയ്തുകൊണ്ടേയിരിക്കും. അങ്ങനെ നമ്മൾ ഏറ്റവും നല്ല രീതിയിൽ വില്ലേജിനെ കൺട്രോൾ ചെയ്യുന്ന വില്ലേജ് ചീഫിന് ഒരു റിവാർഡ്സ്, ക്യാഷ് റിവാർഡ്സ് ഒക്കെ കൊടുക്കാൻ വേണ്ടി പ്ലാൻ ചെയ്യും. എങ്കിൽ മാത്രമേ ഇത് നമുക്ക് കുറച്ചുകൂടെ മുമ്പോട്ട് എത്തിക്കാൻ കഴിയുള്ളൂ. അതാണ് നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പൊ ഇന്നത്തെ കാഴ്ച ഇവിടെ അവസാനിപ്പിക്കാം അല്ലേ? അതെ, അപ്പൊ ഇന്നത്തെ കാഴ്ചയോടെ അവസാനിപ്പിക്കാൻ എല്ലാവരും നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടോ. അപ്പൊ കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളുമായിട്ട് അടുത്ത എപ്പിസോഡിൽ വരാൻ അതുവരേക്കും ബൈ 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 ബൈ.